Next section, multiplicative functions. Definition നോക്കാം. A number theoretic function f is multiplicative if f of mn equal to f of m into f of n where m and n are relatively prime. സോ ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എഫ് ഉണ്ട്. അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് എപ്പോഴാണ് പറയുക? വെൻ എഫ് ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ. എഫ് ഓഫ് എമ്മിനെ എഫ് ഓഫ് എം എന്നിനെ എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ എന്ന് എഴുതാൻ കഴിയണമെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം. സോ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ എഫ് ഓഫ് എം എന്നിനെ എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ എന്ന് എഴുതാൻ കഴിയണമെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എഫിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷന് ഒരു ഫംഗ്ഷൻ ജി ഓഫ് എൻ ഈക്വൽ ടു എൻ റേസ് ടു കെ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. കെ എന്താണ്? കെ ഈസ് എ ഫിക്സഡ് ഇൻറ്റീജർ. അങ്ങനെയാണെങ്കിൽ ഇതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണെന്ന് നമുക്ക് കാണിക്കാം. നോക്കൂ, ജി ഓഫ് എം ഇൻറ്റു എൻ എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ജി ഓഫ് എൻ ഈക്വൽ ടു എൻ റേസ് ടു കെ. സോ ജി ഓഫ് എം എൻ എന്തായിരിക്കും? എം എൻ റേസ് ടു കെ. ദാറ്റ് ഈസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു കെ ഇൻറ്റു എൻ റേസ് ടു കെ. എം റേസ് ടു കെ എന്താണ്? ജി ഓഫ് എം ആൻഡ് എൻ റേസ് ടു കെ എന്താണ്? ജി ഓഫ് എൻ. സോ അതിന് നമുക്ക് ജി ഓഫ് എം ഇൻറ്റു ജി ഓഫ് എൻ എന്ന് എഴുതാം. സോ ജി ഓഫ് എൻ ഈക്വൽ ടു എൻ റേസ് ടു കെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഇനി ഈ സെക്ഷനിൽ ഫസ്റ്റ് തിയറമാണ് തിയറം 8.1. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആൻഡ് എൻ എ പോസിറ്റീവ് ഇൻറ്റീജർ വിത്ത് കനോണിക്കൽ ഡീകമ്പോസിഷൻ എൻ ഈക്വൽ ടു പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെ. ദെൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു എഫ് ഓഫ് പി ടു റേസ് ടു ഇ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി കെ റേസ് ടു ഇ കെ. സോ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് എഫ് എന്താണ്? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ് ആൻഡ് എൻ ഇസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ. ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതാം അതിൻ്റെ, അല്ലേ? സോ എന്നിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പി വൺ റേസ് ടു ഇ വൺ, പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ, എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് എൻ ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കണം. എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു എഫ് ഓഫ് പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി കെ റേസ് ടു ഇ കെ ആണ് എന്ന് കാണിക്കണം. സോ പ്രൂഫ് നോക്കാം. പ്രൂഫ് നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ വെൻ കെ ഈക്വൽ ടു 1, ഇവിടെ എൻ ഇസ് ഈക്വൽ ടു ഇതാണ്. സോ ഇതിൽ കെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ എന്താവും? എൻ വിൽ ബി ഈക്വൽ ടു പി വൺ റേസ് ടു ഇ വൺ. ഓക്കെ, ഒറ്റ പ്രൈമേ അവിടെ വരുന്നുള്ളൂ. എൻ ഇസ് ഈക്വൽ ടു പി വൺ റേസ് ടു ഇ വൺ എന്ന് കിട്ടും. ദെൻ എഫ് ഓഫ് എൻ എന്തായിരിക്കും? എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ. സോ എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് ട്രൂ ആണ്. Now we assume that it is true for any integer with canonical decomposition consisting of k distinct primes. k ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് കനോണിക്കൽ ഡികമ്പോസിഷനിൽ വരുന്ന ഇൻറ്റീജേഴ്സ് എന്നിന് ഇത് ട്രൂ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അതായത് എൻ ഇസ് ഈക്വൽ ടു പി വൺ റേസ് ടു ഇ വൺ, പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെ ആണെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു എന്തെഴുതാം? എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു എഫ് ഓഫ് പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി കെ റേസ് ടു ഇ കെ എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ n is equal to p1 raised to e1, p2 raised to e2 etc. into pk plus 1 raised to ek plus 1. അതായത് എന്നിൻ്റെ കനോണിക്കൽ ഡികമ്പോസിഷനിൽ ഇവിടെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഉണ്ട്? k പ്ലസ് 1 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഉണ്ട്. അങ്ങനെ വരുന്ന എന്നിനും ഈ ഫംഗ്ഷൻ ഈ രീതിയിൽ എഴുതാൻ കഴിയും എന്ന് കാണിക്കണം. സോ ഇവിടെ പി വൺ, പി ടു എക്സെട്ര പി കെ ഇതൊക്കെ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. സോ അത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയതുകൊണ്ട് അതെല്ലാം എന്താവും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെയുടെയും പി കെ പ്ലസ് 1 റേസ് ടു ഇ കെ പ്ലസ് 1ൻ്റെയും ജി സി ഡി നോക്കിയിട്ടുണ്ടെങ്കിൽ സോ പി വൺ, പി ടു എക്സെട്ര പി കെ പ്ലസ് 1 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. സോ പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു പി ടു റേസ് ടു ഇ ടു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെ പി കെ പ്ലസ് 1 റേസ് ടു ഇ കെ പ്ലസ് 1ൻ്റെ ജി സി ഡി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. കാരണം എല്ലാ പ്രൈംസും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് എഫ് എന്താണ്? എഫ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. സോ എഫ് മൾട്ടിപ്ലിക്കേറ്റീവും നമ്മൾ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എഫ് ഓഫ് എം എൻ ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ എന്ന് എഴുതാൻ കഴിയണം വേർ എം ആൻഡ് എൻ ആർ റിലേറ്റീവ്ലി പ്രൈം. സോ ഇവിടെ പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു പി ടു റേസ് ടു ഇ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെയും പി കെ പ്ലസ് 1 റേസ് ടു ഇ കെ പ്ലസ് 1ഉം എം എൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഇതിൽ നമുക്ക് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ
into p2 raised to e2 etc. into pk raised to ek into pk plus 1 raised to ek plus 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയണം? f of p1 raised to e1 into etc. into pk raised to ek into f of pk plus 1 raised to ek എന്ന് എഴുതാൻ കഴിയണം. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി എന്താണ്? 1 ആണ്. അത് രണ്ടും റിലേറ്റീവ്ലി പ്രൈമാണ്. ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനും ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാൻ കഴിയും? എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ എക്സെട്ര ഇൻറ്റു പി കെ റേസ് ടു ഇ കെ ഇൻറ്റു എഫ് ഓഫ് പി കെ പ്ലസ് 1 റേസ് ടു ഇ കെ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം n is equal to p1 raised to e1 into p1 raised to e1 into p2 raised to e2 etc. into pk raised to ek ആണെങ്കിൽ f of n equal to ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? ഈ ഫോമിൽ എഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. സോ എഫ് ഓഫ് p1 raised to e1 into etc. into f of pk raised to ek into f of pk plus 1 raised to ek plus 1 എന്ന് എഴുതാൻ കഴിഞ്ഞു. സോ കെ പ്ലസ് 1 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് വരുന്ന കേസിലും നമുക്ക് എന്തായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്? എഫ് ഓഫ് പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി കെ പ്ലസ് 1 റേസ് ടു ഇ കെ പ്ലസ് 1 എന്ന ഫോമിൽ എന്നിനെ എഴുതാൻ കഴിയുന്നുണ്ട്. സോ എഫ് ഓഫ് എൻ ഈക്വൽ ടു ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജർ എൻ. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 8.2. Let p be a prime and e any positive integer, then phi of p raised to e equal to p raised to e minus p raised to e minus 1. p is a prime and e എന്താണ്? ഇറ്റ് ഈസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ. അങ്ങനെയാണെങ്കിൽ phi of p raised to e-നെ നമുക്ക് എങ്ങനെ എഴുതാനാണ് പറയുന്നത്? p raised to e minus p raised to e minus 1. phi of n നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിരുന്നത്? ഈ ഫംഗ്ഷൻ phi എന്താണ്? ഇറ്റ് ഈസ് ദ യൂളേഴ്സ് phi ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. സോ phi ഓഫ് p റേസ് ടു e എന്താണ്? phi ഓഫ് p റേസ് ടു e ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. ഓക്കെ, ഡെഫിനിഷൻ പ്രകാരം phi ഓഫ് p റേസ് ടു e ഇങ്ങനെയാണ് വരുന്നത്. സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e മൈനസ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e ആൻഡ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. phi ഓഫ് p റേസ് ടു e എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ് ആണ്. ഓക്കെ, സോ അതിന് നമുക്ക് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e, p റേസ് ടു ഇനേക്കാളും ചെറുതായിട്ട് വരുന്ന എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അതിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത്, ഓക്കെ, റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തതിനെ കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ നമുക്ക് കിട്ടുക? സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക? അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടും. സോ phi ഓഫ് p റേസ് ടു e-നെ നമുക്ക് ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e മൈനസ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e ആൻഡ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. സോ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p റേസ് ടു e. p റേസ് ടു e-നേക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള എത്ര പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും? p റേസ് ടു e ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു p റേസ് ടു e മൈനസ് ഇനി എന്ത് വേണം? ഈ p റേസ് ടു e നമ്പേഴ്സിൽ p റേസ് ടു e-നേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്? p റേസ് ടു e എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആ p റേസ് ടു e എണ്ണത്തിൽ ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് ആരൊക്കെയാണെന്നാണ് കാണേണ്ടത്. സോ positive integers less than or equal to p raised to e and not relatively prime to it are the various multiples of p. So p-നേക്കാളും p raised to e-നേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള നമ്പേഴ്സ് അതിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സൊക്കെ എന്തായിരിക്കും? ഈ p-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, സോ അതിന് നമുക്ക് p, 2p, 3p എക്സെട്ര എവിടം വരെ ഉള്ളതാണ്? p raised to e വരെ ഉള്ളതാണ്. സോ p, 2p, 3p എക്സെട്ര p റേസ് ടു e മൈനസ് 1 ഇൻറ്റു p ഇതൊക്കെ ആയിരിക്കും. ഇത് ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും p റേസ് ടു e-നേക്കാളും ചെറുതായിട്ട് വരുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. അതായത് p-ൻ്റെ മൾട്ടിപ്പിൾസ്, p റേസ് ടു e വരെയുള്ള p-ൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി ഇത് എത്ര ഉണ്ട്? 1, 2, 3 എക്സെട്ര എത്ര വരെ വരുന്നുണ്ട്? p റേസ് ടു e മൈനസ് 1 ഇൻറ്റു p ആണ്. സോ ദിസ് ദേ ആർ p റേസ് ടു e മൈനസ് 1 ഇൻ നമ്പർ. So number of positive integers less than or equal to p raised to e and not relatively prime to it എത്ര എണ്ണം വരുന്നുണ്ട്? p raised to e minus 1 എണ്ണം വരുന്നുണ്ട്. സോ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു p raised to e എന്താണ്? p raised to e ആണ്. അതിൽ നിന്നും അതിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തതിൻ്റെ എണ്ണം കുറയ്ക്കുക. റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് എത്ര എണ്ണം ഉണ്ടെന്നാണ് കിട്ടിയത്? p raised to e minus 1. സോ ഇതിനെ p raised to e minus 1 എന്ന് എഴുതാം.
അതല്ല തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത് ഫൈ ഓഫ് പി റേസ് ടു ഇ ഈക്വൽ ടു പി റേസ് ടു ഇ മൈനസ് പി റേസ് ടു ഇ മൈനസ് 1 എന്നെഴുതാം. ഇനി ഇവിടെ നിന്ന് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പി റേസ് ടു ഇ മൈനസ് പി റേസ് ടു ഇ ഇൻറ്റു പി റേസ് ടു മൈനസ് 1. ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയല്ലേ. സോ ഇവിടെ നമുക്ക് പി റേസ് ടു ഇനെ കുറച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, പി റേസ് ടു ഇനെ നമ്മൾ പുറത്തെടുത്താൽ 1 മൈനസ് പി റേസ് ടു മൈനസ് 1 എന്ന് കിട്ടും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, പി റേസ് ടു ഇൻറ്റു ഇ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി എന്നും എഴുതാം. സോ ഇതിനെ ഈ ഒരു രീതിയിലും ഫൈ ഓഫ് പി റേസ് ടു ഇനെ പി റേസ് ടു ഇ മൈനസ് പി റേസ് ടു ഇ മൈനസ് 1 എന്നും നമ്മൾ എഴുതാറുണ്ട്. അതേപോലെ ഈ ഒരു ഫോമിലും നമ്മളത് എഴുതാറുണ്ട്, പി റേസ് ടു ഇ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി. നമ്മൾ ഫൈ ഓഫ് പി റേസ് ടു ഇ എന്താണെന്നാണ് പറഞ്ഞത്, ദിസ് ഇസ് ഈക്വൽ ടു പി റേസ് ടു ഇ മൈനസ് പി റേസ് ടു ഇ മൈനസ് 1 ആണ്. വേർ പി എന്താണ്, ഇറ്റ് ഈസ് എ പ്രൈം അല്ലേ. സോ ഫൈ ഓഫ് 8നെ എങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഫൈ ഓഫ് 8നെ നമുക്ക് എന്താണ് അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 8 എന്താണ് 2 ക്യൂബാണ്. സോ ഫൈ ഓഫ് 2 ക്യൂബ്, സോ എന്താണ് ഒരു പ്രൈം അതിൻ്റെ പവർ എന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. സോ ഇവിടെ പി എന്താണ്, പി ഈസ് 2 ആൻഡ് ഇ ഈക്വൽ ടു 3 ആണ്. സോ ഇതിന് നമുക്ക് പി റേസ് ടു ഇ മൈനസ് പി റേസ് ടു ഇ മൈനസ് 1 എന്ന രീതിയിൽ എഴുതാം. 2 റേസ് ടു ഇ എന്താണ് 3, 2 റേസ് ടു 3 മൈനസ് 2 റേസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 2 റേസ് ടു 2. സോ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ 8 മൈനസ് 4 ഈക്വൽ ടു 4. സോ ഫൈ ഓഫ് 8 എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4. ലെമ്മ 8.1. Let m and n be relatively prime positive integers and are any integer. Then the integers are m plus r, 2m plus r, etc. n minus 1 into m plus r are congruent modulo n to 0, 1, 2, etc. n minus 1 in some order. So we have two positive integers m and n. They are relatively prime and r is any integer. അങ്ങനെയാണെങ്കിൽ ആർ എം പ്ലസ് ആർ, 2m പ്ലസ് ആർ എക്സെട്ര n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആർ ഇതെല്ലാം കോൺഗ്രുവൻറ്റ് മോഡുലോ n ടു 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1 ആയിരിക്കും ഇൻ സം ഓർഡർ. അതാണ് കാണിക്കേണ്ടത്. ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ അതിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സാണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എമ്മും എന്നും. സോ നമ്മൾ അങ്ങനെ രണ്ട് എമ്മും എന്നും ചൂസ് ചെയ്തു. എം ഈക്വൽ ടു 4ഉം 7ഉം 4ഉം 7ഉം എന്താണ് റിലേറ്റീവ്ലി പ്രൈമാണ്. ഇനി ആർ ബി എനി ഇൻറ്റീജർ എന്നാണ് പറഞ്ഞത്. സോ വി ചൂസ് ആർ ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ആർ എം പ്ലസ് ആർ, 2m പ്ലസ് ആർ എക്സെട്ര n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആർ ഇതെന്തായിരിക്കും, ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ n എന്ന് പറയുന്നത് 0, അതിൽ പറഞ്ഞിട്ടുള്ളത് 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1 ആയിരിക്കും എന്നാണ് നമ്മൾ ലെമ്മയിൽ പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ ആർ എം പ്ലസ് ആർ, 2m പ്ലസ് ആർ എക്സെട്ര n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ എന്തായിരുന്നു 3. സോ എം പ്ലസ് ആർ, എം എന്താണ് 4, 4 പ്ലസ് 3 ഈക്വൽ ടു 7. അടുത്തത് 2m പ്ലസ് ആർ, സോ എം 4 ആണ്, 2 ഇൻറ്റു 4 8 പ്ലസ് ആർ ഈസ് 3. സോ 8 പ്ലസ് 3 ദാറ്റ് ഈസ് 11. അടുത്തത് 3m പ്ലസ് ആർ ദാറ്റ് വിൽ ബി 15. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം എന്താണ് n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആർ ആണ്. ഇവിടെ n 7 ആണ്. സോ 7 മൈനസ് 1 is 6m പ്ലസ് ആർ എന്ന് കിട്ടും. 6m പ്ലസ് ആർ ഈക്വൽ ടു 27 എന്നും കിട്ടും. ഇനി ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 എം പ്ലസ് ആർ, 2m പ്ലസ് ആർ എക്സെട്ര n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആർ ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ n, ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ n ഈക്വൽ ടു എന്താവും 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1 ഇൻ സം ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ആ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ n എന്താണ് ഇവിടെ 7 ആണ്. സോ ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ 7 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ 3 മോഡ് 7ൽ 3 എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 3 ഇറ്റ് സെൽഫ്. 3 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7 ആണ്. 7 മോഡ് 7ൽ എന്തായിരിക്കും, 7 വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 7. 11 വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 7. 15 is congruent to 1 mod 7. 19 is congruent to 5 mod 7 and 23 is congruent to 2 mod 7 and 27 congruent to 6 mod 7. സോ ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 7 എന്തൊക്കെ കിട്ടിയത്, 3, 0, 4, 1, 5, 2 and 6. അതായത് 0, 1, 2, 3, 4, 5 and 6. ഓക്കെ, അതായത് നേരത്തെ അവിടെ പറഞ്ഞ പോലെ 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1 ആണ് ഇൻ സം ഓർഡർ ആണ് കിട്ടിയത്. ഇങ്ങനെ കിട്ടും എന്നാണ് നമ്മുടെ ലെമ്മയിൽ പറയുന്നത്. ലെമ്മയിൽ പറയുന്നത് എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈമും ആർ ബി എനി ഇൻഡിജറും ആണെങ്കിൽ ആർ എം പ്ലസ് ആർ, 2m പ്ലസ് ആർ എക്സെട്ര n മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ആറിന് ആറ് കോൺഗ്രുവൻറ്റ് മോഡുലോ n, അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n പറയുന്നത് എന്താണ് 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1 ആവും എന്നാണ് കാണിക്കേണ്ടത്.
നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മൾ കാണിക്കുന്നത് എന്താണ്, ഇതിലുള്ള നോ ടു എലമെൻറ്റ്സ് ഇൻ ദിസ് ലിസ്റ്റ് ആർ കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ. അതെന്താവില്ല, കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ ആവില്ല എന്നാണ് കാണിക്കുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലുള്ള 2 എലമെൻറ്റ്സ് എടുത്തു, km+r lm+r. km+r കോൺഗ്രുവൻറ്റ് ടു lm+r ആണെന്ന് ചൂസ് ചെയ്തു. ഈ കെയും എല്ലും എന്താണ്, ദേ ആർ ബിറ്റ്വീൻ 0 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k, l ലെസ് ദാൻ n ആയിട്ട് ചൂസ് ചെയ്തു. അതായത് ഇതിൻ്റെ ഇടയിലുള്ള 2 നമ്പേഴ്സാണ് km+r lm+r. അതെന്താണ്, കോൺഗ്രുവൻറ്റ് മോഡുലോ n ആണ് എന്ന് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ km+r കോൺഗ്രുവൻറ്റ് ടു lm+r നമുക്ക് എങ്ങനെ എഴുതാം, km കോൺഗ്രുവൻറ്റ് ടു lm മോഡ് n എന്ന് എഴുതാൻ പറ്റും. നമുക്ക് തന്നിട്ടുണ്ട് എമ്മും എന്നും എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എമ്മിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ km കോൺഗ്രുവൻറ്റ് ടു lm മോഡ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം, k കോൺഗ്രുവൻറ്റ് ടു l മോഡ് n എന്ന് എഴുതാൻ പറ്റും. സോ k കോൺഗ്രുവൻറ്റ് ടു l മോഡ് n എന്ന് പറഞ്ഞാൽ എന്താണ്, kയും എല്ലും മോഡ് എന്നിൽ ദേ ആർ കോൺഗ്രുവൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കെയും എല്ലും എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k, l ലെസ് ദാൻ n ആണ്. അതായത് കെയും എന്നും എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n ആണ്. സോ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n ആയതുകൊണ്ട് കെയും എല്ലും എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അത് രണ്ടും എന്താവില്ല, കോൺഗ്രുവൻറ്റ് മോഡുലോ n എന്ന് കേട്ടില്ല. ദേ വിൽ ആൾവേസ് ബി ഇൻകോൺഗ്രുവൻറ്റ് മോഡുലോ n. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, k കോൺഗ്രുവൻറ്റ് ടു l മോഡ് n എന്നാണ്. k കോൺഗ്രുവൻറ്റ് ടു l മോഡ് n ആവണമെന്നുണ്ടെങ്കിൽ കെയും എല്ലും എന്നിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയതുകൊണ്ട് ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ k ഈക്വൽ ടു l. കെയും എല്ലും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഒരിക്കലും മോഡ് എന്നിൽ k കോൺഗ്രുവൻറ്റ് ടു l മോഡ് n കിട്ടില്ല. കാരണം കെയും എല്ലും എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n ആണ്. സോ ഇങ്ങനെ കോൺഗ്രുവൻറ്റ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താവണം, k ഈക്വൽ ടു l ആവണം. ദിസ് if k not equal to l, kയും എല്ലും ഈക്വൽ അല്ലെങ്കിൽ km+r നോട്ട് കോൺഗ്രുവൻറ്റ് ടു lm+r മോഡ് n. മോഡ് എന്നിൽ km+rഉം lm+rഉം എന്താവില്ല, കോൺഗ്രുവൻ്റ് ആവില്ല k നോട്ട് ഈക്വൽ ടു l ആണെങ്കിൽ. ദേ വിൽ ബി കോൺഗ്രുവൻറ്റ് ഓൺലി വെൻ k ഈക്വൽ ടു l. ദാറ്റ് ഈസ് നോ 2 എലമെൻറ്റ്സ് ഇൻ ദ ഗിവൺ ലിസ്റ്റ്. ഈ ലിസ്റ്റിലുള്ള 2 എലമെൻറ്റ്സ് ആണല്ലേ km+rഉം lm+rഉം. സോ നോ 2 എലമെൻറ്റ്സ് ഇൻ ദ ഗിവൺ ലിസ്റ്റ് ഈൽഡ് ദ സെയിം ലീസ്റ്റ് റെസിഡ്യൂ. അതിലുള്ള അത് കോൺഗ്രുവൻ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. കോൺഗ്രുവൻ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിഡ്യൂസ് എന്തായിരിക്കും, ലീസ്റ്റ് റെസിഡ്യൂസ് എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് r m+r 2m+r എക്സെട്ര n-1 ഇൻറ്റു m+r എന്ന് പറയുന്ന n എലമെൻസിനെയാണ്. ആൻഡ് ഈ n എലമെൻസിൻ്റെയും ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n എന്താണെന്ന് നമ്മൾ കണ്ടു, ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് കണ്ടു. സോ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, 0 1 2 3 എക്സെട്ര n-1 അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആയിട്ട് ഈ നമ്പേഴ്സ് എല്ലാം വരും ഇൻ സം ഡിഫറെൻറ്റ് ഓർഡർ. നെക്സ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം 8.3. It states that the function phi is multiplicative. അതായത് നമ്മൾ യൂളേഴ്സ് phi ഫംഗ്ഷൻ phi ഉണ്ടല്ലോ, അത് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അതായത് if there are 2 numbers m and n that are relatively prime, then phi of m into n equal to phi of m into phi of n ആണ് എന്ന് കാണിക്കണം. ഓക്കെ, സോ ആ പ്രൂഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം നോക്കാം, അതിനുശേഷം ജനറലായിട്ട് പറയാം. സോ ഹിയർ m ഈക്വൽ ടു 4 ആൻഡ് n ഈക്വൽ ടു 7 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും എന്താണ്, 4 and 7 അല്ലേ, 4ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ GCD ഓഫ് m ആൻഡ് n ഈക്വൽ ടു 1 ആൻഡ് m ഇൻറ്റു n എന്താണ്, 4 ഇൻറ്റു 7 ദാറ്റ് ഈസ് 28. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, phi ഓഫ് m n ഈക്വൽ ടു phi of m ഇൻറ്റു phi of n ആണ്, വേർ GCD ഓഫ് m ആൻഡ് n ഈക്വൽ ടു 1. സോ ഇവിടെ phi of m n എന്ന് പറയുന്നത് എന്താണ്, phi of 28 ആണ്. സോ phi of 28 എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 28 ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 28. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 28നേക്കാളും ചെറുതായിട്ട് വരുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് ആരൊക്കെയെന്ന് കാണാൻ. സോ നമ്മൾ ഫസ്റ്റ് ഈ 28 നമ്പേഴ്സിനെയും എന്ത് ചെയ്തു, ഒന്ന് ലിസ്റ്റ് ചെയ്തു. സോ ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഈ 28 നമ്പേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ m എന്താണ്, m ഇസ് ഈക്വൽ ടു 4 ആണ്. സോ നമ്മൾ ഈ 28 നമ്പേഴ്സിനെയും 4 റോസും n ഈക്വൽ ടു 7 ആണ് 7 കോളംസും ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, m ഈക്വൽ ടു 4ഉം n ഈക്വൽ ടു 7 ആയതുകൊണ്ട് 4 റോസും
n ഈക്വൽ ടു 7 കോളംസുമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ ഇതെന്താവും, ഇതൊരു മെട്രിക്സ് ഫോമിൽ വരും അല്ലേ, ഒരു അറേ ഫോമിൽ വരും. ഇതിൽ മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 1 2 3 4 റോസും 7 കോളംസും ആണ്. സോ മൊത്തം 4 ഇൻറ്റു 7 അതായത് 28 എലമെൻറ്റ്സ് വരും. സോ ഈ കംപ്ലീറ്റ് 28 എലമെൻറ്റ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് കാണേണ്ടത് എന്താണ്? ഫൈ ഓഫ് എം എൻ ആണ്. സോ ഫൈ ഓഫ് എം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൻ ആൻഡ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം എൻ ആണ്. സോ റിലേറ്റീവ്ലി പ്രൈം ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ആ നമ്പർ എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ടു എമ്മും ആവണം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എന്നും ആവണം. അങ്ങനെയാണെങ്കിൽ അത് എന്താവുള്ളൂ? റിലേറ്റീവ്ലി പ്രൈം ടു എം എൻ ആവുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമുക്ക് 28ൻ്റെ നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് കാണാനാണ് പറഞ്ഞത്. 28 എന്താണ്? 4 ഇൻറ്റു 7. സോ നമ്മൾ ആദ്യം 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഇതിൽ നോക്കും. അതേപോലെ 7നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് നോക്കും. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 4നോടും 7നോടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത് മാത്രമേ എന്തായിട്ട് വരിക? 28നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരിക. സോ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതാണ് നോക്കുന്നത്. സോ നോക്കുമ്പം ഇവിടെ സെക്കൻഡ് റോ നോക്കും. സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ്സ് 4നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ്സ് എന്താണ്? 2 6 10 14 18 22 26 എക്സെട്ര ആ ഫോമിലാണ് കിടക്കുന്നത്. അതായത് ഇവിടെ 2 എന്താണ്? 2 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല അല്ലേ? സോ 2 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. അതേ ആൻഡ് ആ റോയിൽ വരുന്ന ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ആൻഡ് സോ ഈ റോയിലുള്ള ഒരു എലമെൻറ്റും എന്താവില്ല? 4നോട് റിലേറ്റീവ്ലി പ്രൈം ആവില്ല. സോ 4നോട് റിലേറ്റീവ്ലി പ്രൈം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് റോ ഒഴിവാക്കാം. ഇനി നെക്സ്റ്റ് ഈ 4th റോ നോക്കും. ഈ 4ഉം എന്തല്ല? 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. ഇനി ആ റോയിൽ വരുന്ന ബാക്കി എല്ലാ എലമെൻറ്റ്സും നോക്കൂ. അതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഈ റോയിൽ വരുന്ന ഒരു എലമെൻറ്റും എന്താവുന്നില്ല? 4നോട് റിലേറ്റീവ്ലി പ്രൈം ആവുന്നില്ല. അതായത് സെക്കൻഡ് റോയിലെയും 4th റോയിലെയും ഒരു എലമെൻറ്റും എന്താവുന്നില്ല? റിലേറ്റീവ്ലി പ്രൈം ടു 4 ആവുന്നില്ല. അതായത് ഈസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിട്ടാണ് നമ്മൾ 4നെ ചൂസ് ചെയ്തത് അല്ലേ? സോ സെക്കൻഡ് റോയിലെയും 4th റോയിലെയും ഒരു എലമെൻറ്റും എന്തല്ല? റിലേറ്റീവ്ലി പ്രൈം ടു എം അല്ല. സോ റിലേറ്റീവ്ലി പ്രൈം ടു എം അല്ലാത്തതുകൊണ്ട് ഈ രണ്ട് റോസിലെയും ഒരു എലമെൻറ്റ്സും എന്താവില്ല? റിലേറ്റീവ്ലി പ്രൈം ടു എം എന്നും ആവില്ല. അപ്പോൾ സെക്കൻഡ് റോയും 4th റോയും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇനി ഈ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന സോ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത് പിന്നെ ബാക്കി എന്തിലേ ഉള്ളൂ? ഈ ഫസ്റ്റിലും 3rd റോയിലും മാത്രം. ബാക്കിയുള്ള 2 റോസിലാണ്. അതുകൊണ്ട് ഇത് രണ്ടും 4നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് കൊണ്ട് 28നോടും റിലേറ്റീവ്ലി പ്രൈം ആവില്ല. സോ 28നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഇനി എവിടെ വരുള്ളൂ? ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും മാത്രമാണ്. അതായത് ബാക്കിയുള്ള 2 റോസിൽ. സോ ഇവിടെ ഇറ്റ് മസ്റ്റ് കം ഫ്രം ദ ടു റിമൈനിങ് റോസ്. ആൻഡ് ഫൈ ഓഫ് 4 എന്താണ്? ഫൈ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 4. അത് ഏതൊക്കെയാണ്? 3 and 1 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഫൈ ഓഫ് 4 എന്താണ്? 2 ആണ്. അതായത് നമ്മൾ ഫൈ ഓഫ് എം ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? 2 ആണ്. സോ ബാക്കിയുള്ള ഫൈ ഓഫ് 4 റോസിൽ നിന്ന്, അതായത് ബാക്കിയുള്ള 2 റോസിൽ നിന്നും ആയിരിക്കും ഇനി എന്ത് വരിക? 28നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് വരിക. സോ ബാക്കിയുള്ള 2 റോസ് നമ്മൾ എടുത്തെഴുതി. ഇനി ഈ 2 റോസിലും ഓരോ റോയിലും 7 എലമെൻറ്റ്സ് ഉണ്ട്. ഈ എല്ലാ എലമെൻറ്റ്സും എന്താണ്? നമ്മൾ എമ്മിനോട് അതായത് 4നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി എന്ത് വേണം? 28നോട് റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ n ഈക്വൽ ടു 7നോടും അത് റിലേറ്റീവ്ലി പ്രൈം ആവണം. സോ ഇതിൽ ഫസ്റ്റ് റോയിൽ നോക്കൂ. ഇതിൽ എന്താണ്? ഒരു 21 വരുന്നുണ്ട് അല്ലേ? അതായത് 21 എന്തെല്ലാം? 7നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല, ബാക്കിയെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഫസ്റ്റ് ഇതിൽ 7 എണ്ണം ഉണ്ട്. അതിൽ 6 എണ്ണം എന്താണ്? ഫസ്റ്റ് റോയിൽ 6 എണ്ണം നമ്മൾ 7നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്, എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 6നെ നമുക്ക് ഫൈ ഓഫ് 7 എന്ന് എഴുതാം. ഫൈ ഓഫ് 7 ഈക്വൽ ടു 6 ആണ്. സോ ഫസ്റ്റ് റോയിൽ ഫൈ ഓഫ് 7 എണ്ണം വരുന്നുണ്ട് 7നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട്. ഓക്കെ. ആൻഡ് സെക്കൻഡ് റോയിലോ ഇതാ ഇവിടെ ഒരു 7 ഉണ്ട്. ബാക്കിയെല്ലാം എന്താണ്? 7നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ സെക്കൻഡ് റോയിലും എത്ര എണ്ണം വരുന്നുണ്ട്? 6 എണ്ണം. അതായത് ഫൈ ഓഫ് 7 എലമെൻറ്റ്സ് വരുന്നുണ്ട് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n or 7. നമുക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ് കിട്ടേണ്ടത്. സോ അതിൽ ഫൈ ഓഫ് 7 എണ്ണമാണ്. ഫസ്റ്റ് റോയിൽ ഫൈ ഓഫ് 7 എണ്ണമാണ് എന്നിനോട് റിലേറ്റീവ്ലി പറഞ്ഞു. സോ ആ ഫൈ ഓഫ് 7 അവിടെ വെച്ചിട്ട് റിമൈനിങ് 1നെ നമ്മൾ ഒഴിവാക്കി. സെക്കൻഡ് റോയിലും ഫൈ ഓഫ് 7 എണ്ണം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ഒഴിവാക്കി. സോ നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ
ഈ എലമെൻറ്റ്സ് എന്താണ്, ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ടു എം ആണ്, അതായത് 4 ആണ്. ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ 4നോടും 7നോടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മൊത്തം എത്ര എണ്ണം വരുന്നുണ്ട്, 12 എണ്ണം വരുന്നുണ്ട്. സോ ഇത് 4നോടും 7നോടും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതെന്താവും, 28നോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ 28നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് മൊത്തം എത്ര എലമെൻറ്റ്സാണ് കിട്ടിയത്, 12 എലമെൻറ്റ്സ് ആണ് കിട്ടിയത്. അതിന് നമുക്ക് 2 × 6 എന്ന ഫോമുല എഴുതാം അല്ലേ. 2 നമ്മളിവിടെ പറഞ്ഞു, 2 എന്താണ്, 2 is equal to നമുക്കിവിടെ കിട്ടി 5/4 ആണ്. ആൻഡ് 6 എന്താണ്, 5/7 ആണ്. സോ 5/28 equal to 5/4 into 5/7 എന്നെഴുതി. 5/28 എന്തായിരുന്നു, m into n അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. 4 നമ്മൾ എന്താ എടുത്തത്, m ആയിട്ടാണ്. സോ 5/m into 7 എന്തായിരുന്നു, n, 5/n എന്ന് കിട്ടി. ഇനി നമ്മളെ തിയറത്തിലേക്ക് വരികയാണ്. തിയറം 8.3, ദ ഫംഗ്ഷൻ 5 ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. 5 മൾട്ടിപ്ലിക്കേറ്റീവ് ആണ് എന്ന് കാണിക്കണം. സോ നമ്മൾ ആ എക്സാമ്പിളിൽ ഫോളോ ചെയ്ത അതേ മെത്തേഡാണ്, അതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് ഈ പ്രൂഫിൽ യൂസ് ചെയ്യുന്നത്. Okay, so let m and n be positive integers such that GCD of m n equal to 1. Okay, and we have to show that 5 is multiplicative. അതായത് എന്താ കാണിക്കണം, 5/m into n equal to 5/m into 5/n ആണ് എന്ന് കാണിക്കണം. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഈ m into n എന്നുള്ള സ്ഥലത്ത് എന്തായിരുന്നു, 28 ആയിരുന്നു അല്ലേ. mn equal to 28 ആയിരുന്നു, m equal to 4ഉം n equal to 7ഉം. ഓക്കെ, സോ അവിടെ നമ്മൾ എന്താ ചെയ്തത്, mn equal to 28 ആയപ്പോൾ ഈ 28 എലമെൻസിനെയും നമ്മൾ എന്ത് ചെയ്തു, നമ്പേഴ്സിനെയും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തു. സോ നമ്മൾ ഇവിടെയും അതേപോലെ ഇതിനെ അറേഞ്ച് ചെയ്യാണ്. ഇതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ 1 2 3 എക്സെട്ര m വരെ ഫസ്റ്റ് കോളത്തിൽ, സെക്കൻഡ് കോളത്തിൽ m1 + m+1 m+2 m+3 എക്സെട്ര 2m, തേർഡ് കോളത്തിൽ 2m + 1 2m + 2 എക്സെട്ര 3m, ഫോർത്ത് കോളത്തിൽ അങ്ങനെ വന്ന് ലാസ്റ്റ് കോളത്തിൽ എന്ത് വരും, n-1 × m+1 n-1 × m+2 എക്സെട്ര. ലാസ്റ്റ് നമുക്ക് എന്തെഴുതാം, n × m എന്നെഴുതാം. സോ ഈ മൊത്തം എറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, mn എലമെൻറ്റ്സ് ഉണ്ടാവും. സോ ദിസ് ആർ ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഫ്രം 1 to mn. അതിനെ നമ്മൾ ഈ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ തേർഡ് റോ നോക്കൂ, സെക്കൻഡ് റോ നോക്കൂ. സെക്കൻഡ് റോ എന്താണ്, 2m+2 2m+2 എക്സെട്ര n-1 × m+2. തേർഡ് റോ എന്താണ്, 3m+3 2m+3 എക്സെട്ര n-1 × m+3. അങ്ങനെയാണെങ്കിൽ ആർത്ത് റോ നമുക്ക് ഇങ്ങനെ എഴുതാം, rm+r 2m+r എക്സെട്ര n-1 × m+r. അതായിരിക്കും ആർത്ത് റോ. ഓക്കെ, സോ ഈ ആർത്ത് റോ നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ r, ലെറ്റ് ദിസ് r ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. r എന്താണ്, ഒരു എമ്മിനേക്കാളും ചെറുതായിട്ട് വരുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇഫ് ദ GCD ഓഫ് r ആൻഡ് m ഗ്രേറ്റർ ദാൻ 1, ആറിൻ്റെയും എമ്മിൻ്റെയും GCD നമ്മൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ചൂസ് ചെയ്തു, സപ്പോസ് ചെയ്തു. Then we will show that no element of the rth row in the array is relatively prime to mn. സോ ഇവിടെ ആർത്ത് റോയിലുള്ള എലമെൻസിൻ്റെ ഒരു എലമെൻറ്റും എന്താവില്ല, mn-നോട് റിലേറ്റീവ്ലി പ്രൈം ആവില്ല എന്നാണ് കാണിക്കുന്നത് വെൻ GCD ഓഫ് r ആൻഡ് m ഗ്രേറ്റർ ദാൻ 1. സോ ലെറ്റ് d, അപ്പോൾ ആറിൻ്റെയും എമ്മിൻ്റെയും GCD ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തത്. സോ വി ലെറ്റ് ദാറ്റ് ബി d is equal to GCD ഓഫ് r ആൻഡ് m എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ d divides r ആൻഡ് d divides m. d divides r and d divides m ആയതുകൊണ്ട് d എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് d divides km + r for any integer k. That is, d is a factor of every element in the rth row. സോ d എന്ത് ചെയ്യുന്നുണ്ട്, km + r നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എനി ഇൻറ്റീജർ k. ഇനി rth റോയിലെ എലമെൻറ്റ്സ് നോക്കൂ, ഇതെല്ലാം എന്ത് ഫോമുല കിടക്കുന്നത്, സം km + r എന്നുള്ള ഫോമുല അല്ലേ. 0 × m + r 1 × m + r 2 × m + r, ആ ഒരു ഫോമുല കിടക്കുന്നത്. അതായത് ഒരു km + r എന്നുള്ള ഫോമുലാണ് കിടക്കുന്നത്. അതായത് d divides km + r എന്ന് പറഞ്ഞാൽ എന്താണ്, d divides ഈ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും d ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, d divides m ആൻഡ് d divides every element of the rth row. d എന്ത് ചെയ്യുന്നുണ്ട്, rth റോയിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ d m-നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ m-ഉം rth റോയിലെ എല്ലാ എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും m എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്തുണ്ട്, കോമൺ ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ m-ഉം rth റോയിലെ എലമെൻറ്റ്സും എന്താവില്ല, റിലേറ്റീവ്ലി പ്രൈം ആവില്ല. സോ rth റോയിലെ ഒരു എലമെൻറ്റും m-നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. m-നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ ഈ റോയിലെ ഒരു എലമെൻറ്റും എന്താവില്ല, m n-നോടും റിലേറ്റീവ്ലി പ്രൈം ആവില്ല.
നമുക്ക് എന്താ പറയാം, ജി സി ഡി ഓഫ് ആർ എം ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുണ്ടെങ്കിൽ ആർത്ത് റോയിലെ ഒരു എലമെൻറ്റും എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആവില്ല. എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടില്ലെങ്കിൽ അത് എം എന്നിനോടും റിലേറ്റീവ്ലി പ്രൈം ആവില്ല. അതായത് ആർത്ത് റോയിൽ ഒരു എലമെൻറ്റും എന്തല്ല എന്നാണ് കിട്ടിയത്, എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ല. സോ എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവണം എന്നുണ്ടെങ്കിൽ ആർത്ത് റോയിലെ എലമെൻറ്റ്സ് എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ അപ്പോൾ എന്ത് വേണം, അതിൻ്റെ ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 ആവാൻ പറ്റില്ല. അതായത് ജി സി ഡി ഈക്വൽ ടു 1 ആവണം. ഓക്കെ, സോ ആർത്ത് റോയിലെ എലമെൻറ്റ്സ് എം എന്നിനോട് റിലേറ്റീവ്ലി എം ഇൻറ്റു എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജി സി ഡി എന്താണ്, ജി സി ഡി ഓഫ് ആർ ആൻഡ് എം ഷുഡ് ബി ഈക്വൽ ടു 1. അതായത് ജി സി ഡി ഓഫ് ആർ എം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആറും എമ്മും റിലേറ്റീവ്ലി പ്രൈം. ആറും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആയാൽ എന്താണ്, ആർത്ത് റോയിലെ എലമെൻറ്റ്സ് റിലേറ്റീവ്ലി പ്രൈം ടു എം ഇൻറ്റു എൻ ആവും. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, ഫൈ ഓഫ് എം എൻ ആണ്. അതായത് എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം. സോ നമ്മളിവിടെ പറഞ്ഞു ആറിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആയിട്ടുണ്ടെങ്കിൽ ആർത്ത് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താവും, എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവും. സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആറിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താവും, എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ഇങ്ങനത്തെ എത്ര ആറുണ്ട് എന്ന് കാണണം. ഓക്കെ, എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര ആറുകൾ വരുന്നുണ്ട് എന്ന് കാണണം. അങ്ങനത്തെ എത്ര ആറുകളുണ്ടാവും, ആറ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. സോ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മും ആൻഡ് എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈമും ആയിട്ടുള്ള അങ്ങനത്തെ എത്ര ആറുകൾ എക്സിസ്റ്റ് ചെയ്യും, ഫൈ ഓഫ് എം ആറുകൾ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഫൈ ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എം. സോ ഇവിടെ ആറ് നമുക്ക് എങ്ങനെ കാണേണ്ടത്, ആറും എമ്മും തമ്മിലുള്ള ജി സി ഡി 1 ആണ്. ആറും എമ്മും റിലേറ്റീവ്ലി പ്രൈമും ആവണം. അങ്ങനത്തെ എത്ര ആറുണ്ട് എന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, വേർ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് അങ്ങനത്തെ എത്ര ആറുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഫൈ ഓഫ് എം സച്ച് ആർ എക്സിസ്റ്റ് ചെയ്യും. സോ ആറ് ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുണ്ടെങ്കിൽ ആർത്ത് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഇങ്ങനത്തെ ഫൈ ഓഫ് എം 6 റോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫൈ ഓഫ് എം റോസത്തെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും, എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ഫൈ ഓഫ് എം സച്ച് റോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണേണ്ടത് ഫൈ ഓഫ് എം എൻ ആണ്. അതായത് എം ഇൻറ്റു എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതാണ്. അതായത് എമ്മിനോടും എന്നിനോടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതാവും എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത്. സോ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഫൈ ഓഫ് എം റോസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഈ റോസിൽ ഉള്ള എലമെൻസിൽ, ആ റോസ് ഓരോന്നിലും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. സോ ആ എലമെൻസിൽ ബാക്കി എന്നിനോട് കൂടി റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് അടുത്തത് നോക്കുന്നത്. നമ്മൾ ആർത്ത് റോ കൺസിഡർ ചെയ്തു. അവിടെ എന്താണ്, ജി സി ഡി ഓഫ് ആറും എമ്മും 1 ആണ്. അതായത് ആറും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആയാണ്. ആർത്ത് റോയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 6 എം പ്ലസ് 6 2m പ്ലസ് 6 എക്സെട്ര n-1 ഇൻറ്റു എം പ്ലസ് 6. ഇതാണ് ആർത്ത് റോയിലെ എലമെൻറ്റ്സ്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലെമ്മ 8.1 നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് 6 എം പ്ലസ് 6 എക്സെട്ര n-1 ഇൻറ്റു എം പ്ലസ് 6ൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ n എന്തായിരിക്കും, 0 1 2 3 എക്സെട്ര n-1 ഇൻ സം ഓർഡർ ആയിരിക്കും. സോ ആർത്ത് റോയിലുള്ള എലമെൻസിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് നമുക്ക് 0 1 2 3 എക്സെട്ര n-1 ആണ് കിട്ടുക. അതായത് അവിടെ n എലമെൻറ്റ്സ് ഉണ്ട്. ഈ n എലമെൻറ്റ്സിൽ ഫൈ ഓഫ് n എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം ടു n ആയിരിക്കും. ദസ് എക്സാക്ട്ലി ഫൈ ഓഫ് n എലമെൻറ്റ്സ് ഇൻ ദ ആർത്ത് റോ ആർ റിലേറ്റീവ്ലി പ്രൈം ടു n ആൻഡ് ഹെൻസ് ടു mn. നമുക്ക് ആർത്ത് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താണെന്ന് കിട്ടി, എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതാണെന്ന് കിട്ടി. അങ്ങനത്തെ എത്ര റോസ് ഉണ്ട്, ഫൈ ഓഫ് എം റോസ് ഉണ്ട്. ഇനി ഈ ഫൈ ഓഫ് എം റോസിൽ നമ്മൾ എന്നിനോട് കൂടി എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇതിൻ്റെ ഇൻറ്റീജേഴ്സിൻ്റെ നമ്പറാണ് നമുക്ക് കാണേണ്ടത്. സോ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് നമുക്ക് കിട്ടി. ഫൈ ഓഫ് എം റോസിൽ ഉള്ള എല്ലാ എലമെൻറ്റ്സും എന്താണ്, എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി അതിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര എണ്ണം എന്നാണ് നോക്കുന്നത്. സോ ആർത്ത് റോ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈ ഓഫ് എൻ എണ്ണം എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഒരു റോയിൽ ഫൈ ഓഫ് എൻ എണ്ണം എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ടു n ആണ്. ആൻഡ് മൊത്തം എത്ര റോസ് ഉണ്ട്, ഫൈ ഓഫ് എം റോസ് ഉണ്ട് അല്ലെ. ഫൈ ഓഫ് എം റോസ് ഉണ്ട്. ആ ഓരോ റോസിലും ഫൈ ഓഫ് എൻ എലമെൻറ്റ്സ് എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ടു n ആണ്. സോ മൊത്തം ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും.
സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5 റോസ് ഉണ്ട് കണ്ടെയ്നിങ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ടു mn ആൻഡ് ഈച്ച് റോ കണ്ടെയ്ൻസ് 5 എലമെൻറ്റ്സ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. ഓക്കെ, 5 റോസ് ഉണ്ട് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ടു mn കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൽ ഓരോ റോയിലും 5 എലമെൻറ്റ്സ് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ടു mn ആയിരിക്കും. സോ മൊത്തം ആ അറേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 5 ഇൻറ്റു 5 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു mn ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു mn. സോ 5 ഇൻറ്റു n ഈക്വൽ ടു 5 ഇൻറ്റു 5. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് 6125 അത് നോക്കിയിട്ടുണ്ടെങ്കിൽ 6125നെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 6125ൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതി നോക്കാം. സോ നമുക്കത് എന്നിട്ട് വലിയൊരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിനെ 5³ ഇൻറ്റു 7² എന്ന് എഴുതാൻ പറ്റും. 5³ ഇൻറ്റു 7². ഇനി ഇവിടെ നോക്കും m ഈക്വൽ ടു ഇവിടെ നമുക്ക് 5 ഈക്വൽ ടു 5 ഇൻറ്റു 5 ആണ് വെൻ m ആൻഡ് n ആർ റിലേറ്റീവ്ലി പ്രൈം. സോ ഇവിടെ നമ്മൾ m ആയിട്ട് 5³ എടുത്തിട്ടുണ്ടെങ്കിൽ n ആയിട്ട് 7² എടുത്തിട്ടുണ്ടെങ്കിൽ m ഉം n ഉം എന്താണ്? ഇതിൻ്റെ ഫാക്ടേഴ്സ് 5ഉം ഇതിൻ്റെ ഫാക്ടർ 7 ആണ്. സോ ഇത് രണ്ടും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 5³ ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ 5 ഫംഗ്ഷൻ, അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി 5 ഇവിടെ 5³ എന്ന് പറഞ്ഞാൽ എന്ത് ഫോമുല കിടക്കുന്നത്? 5 എന്ന ഫോമുല കിടക്കുന്നത്. 5 എന്താണ്? ഒരു പ്രൈമാണ്. സോ 5³ എന്ന് പറയുമ്പോൾ എന്താണ്? 5 എന്ന ഫോമുല കിടക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു P മൈനസ് P മൈനസ് 1. സോ ഇതിനെങ്ങനെ എഴുതാം? 5 ഈക്വൽ ടു 5³ മൈനസ് 5 മൈനസ് 1 ദാറ്റ് ഈസ് 5² ഇൻറ്റു 7². ഇത് വീണ്ടും ഈ ഒരു ഫോമിലാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 7² മൈനസ് 7 മൈനസ് 1 ദാറ്റ് ഈസ് 7. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4200 എന്ന് കിട്ടും. Next theorem 8.4. Let n is equal to P1 raised to E1, P2 raised to E2, etc. Pk raised to Ek be the canonical decomposition of a positive integer n. Then phi of n equal to n into 1 minus 1 by P1 into 1 minus 1 by P2, etc. into 1 minus 1 by Pk. സോ ഇവിടെ n എന്ന് പറഞ്ഞൊരു നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ φ(n)നെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, 1 മൈനസ് 1 ബൈ P2, എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ Pk. P1, P2, Pk ഒക്കെ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ അറിയാം? നമ്മുടെ 5 ഫംഗ്ഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ആണ് എന്നറിയാം അല്ലേ? സോ φ(n) എന്ന് പറഞ്ഞാൽ എന്താ വരിക? φ(n) ഇസ് ഈക്വൽ ടു ഇത് കംപ്ലീറ്റ് ടേം വരും. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആൻഡ് P1, P2, എക്സെട്ര Pk എല്ലാം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. സോ അതെല്ലാം P1 റേസ് ടു E1, P2 റേസ് ടു E2, എക്സെട്ര Pk റേസ് ടു Ek ഇതെല്ലാം എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ നമുക്കവിടെ ഫൈൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ φ(n)നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് φ(P1 റേസ് ടു E1 ഇൻറ്റു φ(P2 റേസ് ടു E2, എക്സെട്ര ഇൻറ്റു φ(Pk റേസ് ടു Ek എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ φ(P1 റേസ് ടു E1) അതെന്ത് ഫോമിലാണ്? φ(P റേസ് ടു E) എന്ന ഫോമിലാണല്ലേ. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? P റേസ് ടു E മൈനസ് P റേസ് ടു E മൈനസ് 1 നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? P റേസ് ടു E കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ P റേസ് ടു E ഇൻറ്റു 1 മൈനസ് 1 ബൈ P എന്ന് എഴുതാം. സോ ഇവിടെ അതെന്താണ്? P1 റേസ് ടു E1 ആണ്. സോ ഇതിനെ നമുക്ക് P1 റേസ് ടു E1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 എന്ന് എഴുതാം. അടുത്തതിന് φ(P2 റേസ് ടു E2)നെ എങ്ങനെ എഴുതാം? P2 റേസ് ടു E2 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 എന്ന് എഴുതാം. എക്സെട്ര ലാസ്റ്റ് ടേമിന് Pk റേസ് ടു Ek ഇൻറ്റു 1 മൈനസ് 1 ബൈ Pk എന്ന് എഴുതാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. P1 റേസ് ടു E1 ഇൻറ്റു P2 റേസ് ടു E2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk റേസ് ടു Ek. ബാക്കി ടേംസിന് ഒരു സൈഡ് അറേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2, എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ Pk എന്നെഴുതാം. സോ ഇവിടെ n ഇസ് ഈക്വൽ ടു എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? P1 റേസ് ടു E1 ഇൻറ്റു P2 റേസ് ടു E2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Pk റേസ് ടു Ek ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, 1 മൈനസ് ഇൻറ്റു 1 മൈനസ് 1 ബൈ P2, എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ Pk എന്ന് കിട്ടി. ഹെൻസ് ദ പ്രൂഫ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് 5 of 1976.
സോ 5 ഓഫ് 1976 നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ഈ 1976ൻ്റെ എന്ത് ചെയ്യുക, കനോണിക്കൽ ഡികമ്പോസിഷൻ കാണാം. സോ അത് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 13 ഇൻറ്റു 19 ആയിരിക്കും. സോ നമുക്ക് നേരത്തെ പഠിച്ച തിയറം വെച്ചിട്ട് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 5 ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ Pk. സോ ഇവിടെ ഫസ്റ്റ് എന്താണ്, ഇവിടുത്തെ P1 എന്താണ്, P1 ഈക്വൽ ടു 2, P2 ഈക്വൽ ടു 13 ആൻഡ് P3 ഈക്വൽ ടു 19 ആണ്. സോ ഇതിനെങ്ങനെ എഴുതാം, 5 ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു 1976 ഇൻറ്റു 1 മൈനസ് 1 ബൈ P1. P1 എന്താണ് 2, 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2. P2 എന്താണ് 13 ഇൻറ്റു 1 മൈനസ് 1 ബൈ P3. P3 ഈസ് 19. സോ 1 മൈനസ് 1 ബൈ 19. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 864 എന്ന് കിട്ടും. സോ 5 ഓഫ് 1976 എന്താണ്, 864 ആണ്. Next is the Gauss theorem. അതിൽ പറയുന്നത് let n be a positive integer then sigma d divides n 5 of d equal to n എന്നാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. In the example, we let n is equal to 28. നമ്മൾ n equal to 28 ആണെന്ന് എടുത്തു and d divides 28. d എന്ത് ചെയ്യുന്നുണ്ട്, 28നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ d divides 28 എന്ന് പറഞ്ഞാൽ എന്താണ്, d is a factor of 28. സോ d is a factor of 28 എന്ന് പറഞ്ഞാൽ d ഏതൊക്കെ വാല്യൂസ് വരാം, 28ൻ്റെ എല്ലാ ഫാക്ടേഴ്സും ആവാം. സോ 28ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം, they are 1, 2, 4, 7, 14 and 28. ഇതാണ് 28ൻ്റെ ഫാക്ടേഴ്സ്. സോ d എന്ന് പറയുന്നത് ഇതിൽ ഏതും ആവാം. Let CD denote the class of those positive integers m less than or equal to n where GCD of m n equal to d. ഇനി നമ്മൾ 28, 1, 2, 3 എക്സെട്ര 28 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതിൽ ഒരു ക്ലാസ് CD എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിലുള്ള എലമെൻറ്റ്സ് 1, 2, 3 എക്സെട്ര 28 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. ഓക്കെ, എന്നിൽ വരുന്ന ഇൻറ്റീജേഴ്സ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ എൻ എന്താണ്, 28 ആണ്. ദാറ്റ് ഈസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 28 ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ആണ് ഈ ഓരോ ക്ലാസ് സി ഡിയിലും വരുന്നത്. ആൻഡ് അവിടുത്തെ കണ്ടീഷൻ എന്താണ്, GCD ഓഫ് എം എൻ ഈക്വൽ ടു ഡി ആവണം. സോ GCD ഓഫ് എം ഇവിടുത്തെ എൻ എന്താണ് 28, എം 28 ഈക്വൽ ടു ഡി ആണെങ്കിൽ അത് സി ഡിയിൽ വരും. ഓക്കെ, സോ സി ഡി, ഇവിടെ ഡി വരാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, 1, 2, 4, 7, 14 ആൻഡ് 28 ആണ്. സോ നമ്മൾ സി ഡികൾ ഏതൊക്കെ ആയിരിക്കും, C1, C2, C4, C7, C14 ആൻഡ് C28. അങ്ങനെ 6 ക്ലാസ്സസ് ആണ് ഇവിടെ ഉണ്ടാവുക. അതിൽ C1ലെ എലമെൻറ്റ്സ് എന്തായിരിക്കും, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 28. 28നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എമ്മും ഇതിൽ വരും. സച്ച് ദാറ്റ് GCD ഓഫ് എം ആൻഡ് 28 ഈക്വൽ ടു C1ലാകുമ്പോൾ അതിൻ്റെ GCD എന്താവണം, 1 ആവണം. അപ്പോൾ C1ലാകുമ്പോൾ എം 28ൻ്റെ GCD 1 ആണെങ്കിൽ അത് C1ൽ വരും. സോ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 to 28 വരെയുള്ള നമ്പേഴ്സിൽ 28ഉമായിട്ട് GCD 1 വരുന്ന നമ്പേഴ്സാണ് എന്തിൽ വരിക, C1ൽ വരിക. ഇനി C2ലെ എലമെൻറ്റ്സ് അപ്പോൾ എന്താ വരിക, എമ്മിനേക്കാളും ചെറുതായിട്ടുള്ള 28നേക്കാളും ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് സച്ച് ദാറ്റ് GCD ഓഫ് എം ആൻഡ് 28 എന്താവണം, 2 ആവണം. സോ 28ഉമായിട്ട് GCD 2 വരുന്ന 28നേക്കാളും ചെറുതായിട്ട് വരുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് C2ൽ വരിക. അങ്ങനെ നമുക്ക് C2, C4, C7, C14, C28 ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇത് നോക്കൂ, ഇവിടെ C1ൽ 1, 2 ഇത്രയും നമ്പേഴ്സ് ഉണ്ടല്ലോ. C1ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 12 എലമെൻറ്റ്സ് ഉണ്ട് C1ൽ. C2ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 6 എലമെൻറ്റ്സ്. C4ലും 6 എലമെൻറ്റ്സ്. C7ൽ 2 എലമെൻറ്റ്സ്. C14ൽ 1 എലമെൻറ്റ് ആൻഡ് C28ലും 1 എലമെൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ സമ്മ് ആൻഡ് ഈ എലമെൻറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 to 28 വരെ ഉള്ള എല്ലാ നമ്പേഴ്സും ഓരോ സി ഡിയിലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. സോ 1 C1ലുണ്ട്, 2 C2ലുണ്ട്, 3 എവിടെ വരുന്നത്, 3 വീണ്ടും C1ൽ, 4 ഇവിടെ C4ൽ വരുന്നുണ്ട്, 5 ഇവിടെ C1ൽ തന്നെ വരുന്നുണ്ട്, 6 C2ൽ, അങ്ങനെ എല്ലാതുമായിട്ട് 1 to 28 വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്, ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ C1ൽ അല്ലെങ്കിൽ C2ൽ, C4ൽ, C7ൽ, C14ൽ അല്ലെങ്കിൽ C28 ഇതിൽ ഏതെങ്കിലും ഒന്നിലായിട്ട് 1 to 28 ഉള്ള എല്ലാ നമ്പേഴ്സും വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, 1 to 28 വരെയുള്ള എലമെൻറ്റ്സ് ആണ് ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, C1, C2,
4, C7, C14, C28 ആയിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 28 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇതിൽ ഏതെങ്കിലും ഒരു C1ൻ്റെ ഉള്ളിൽ വരും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ C1ൽ 12 എലമെൻറ്റ്സ് ആണുള്ളത്, C2ൽ 6 എലമെൻറ്റ്സ്, C4ലും 6 എലമെൻറ്റ്സ്, C7ൽ 2 എലമെൻറ്റ്സ്, C14ൽ 1 എലമെൻറ്റ് ആൻഡ് C28ൽ 1 എലമെൻറ്റ്. അപ്പോൾ ഇതിലുള്ള മൊത്തം എലമെൻറ്റ്സ് കൂട്ടി നമുക്ക് എന്ത് കിട്ടും, 28 എലമെൻറ്റ്സ് ആണ് എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ C1ൽ എത്രയാണ്, 12 എലമെൻറ്റ്സ് ആണ് ആൻഡ് 12 ഈക്വൽ ടു 5 ഓഫ് 28 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ C1ൽ 5 ഓഫ് 28 എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഇനി C2ൽ എത്ര എലമെൻറ്റ്സാണ് വരുന്നത്, C2ൽ 6 എലമെൻറ്റ്സ് ആണ്. അത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 14 ആണ്. സോ C2ൽ 5 ഓഫ് 14 എലമെൻറ്റ്സ് ഉണ്ട്. C4ലും 6 എലമെൻറ്റ്സ് ആണ് ആൻഡ് അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 7 ആണ്. സോ C4ൽ 5 ഓഫ് 7 എലമെൻറ്റ്സ്, C6ലും 5 ഓഫ് 14 എലമെൻറ്റ്സ്, C2ൽ 5 ഓഫ് 14 എലമെൻറ്റ്സ്, C1ൽ 5 ഓഫ് 28 എലമെൻറ്റ്സ്. ഇനി C7ൽ എത്ര എലമെൻറ്റ്സ് ഉള്ളത്, 2 എലമെൻറ്റ്സ് ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 5 ഓഫ് 4 ആണ്. സോ C7ൽ 5 ഓഫ് 4 എലമെൻറ്റ്സ്. C14ൽ 1 എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഓഫ് 2. 5 ഓഫ് 2 എലമെൻറ്റ്സ് ആണ് C14ൽ വരുന്നത് ആൻഡ് C28ൽ 1 എലമെൻ്റ് ആണ് ആൻഡ് ദാറ്റ് ഈസ് 5 ഓഫ് 1 എലമെൻറ്റ്സ്. ഓക്കെ, സോ ഇതിലുള്ള എലമെൻറ്റ്സിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഓഫ് 1 പ്ലസ് 5 ഓഫ് 2 പ്ലസ് 5 ഓഫ് 4 പ്ലസ് 5 ഓഫ് 7 പ്ലസ് 5 ഓഫ് 14 പ്ലസ് 5 ഓഫ് 28 ആണ്. ഓക്കെ, ഓരോന്നിലുള്ള എലമെൻറ്റ്സ് എന്താണ്, 5 ഓഫ് 1 പ്ലസ് 5 ഓഫ് 2 പ്ലസ് 5 ഓഫ് 4 പ്ലസ് 5 ഓഫ് 7 പ്ലസ് 5 ഓഫ് 4 പ്ലസ് 5 ഓഫ് 28 ആണ്. ഓക്കെ, സോ ഇവിടെ 1, 2, 4, 7, 14 ആൻഡ് 28 ഇതൊക്കെ എന്താണ്, ദേ ആർ ഡിവൈസേഴ്സ് ഓഫ് 28, ദേ ആർ ഫാക്ടേഴ്സ് ഓഫ് 28 അല്ലേ. ഇതെല്ലാം നമ്മൾ ഡി ഈക്വൽ ടു നമ്മൾ എടുത്തിരുന്നു 1, 2, 4, 7, 14, 28. ഈ ഡികളാണ് ഇവിടെ വരുന്നത്, 5 ഓഫ് 1, 5 ഓഫ് 2, 5 ഓഫ് 4, 5 ഓഫ് 7, 5 ഓഫ് 14 ആൻഡ് 5 ഓഫ് 28. അതായത് നമുക്ക് ഇവിടുന്ന് ഈ റിസൾട്ടിനെ എങ്ങനെ എഴുതാം, ഇതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ടു 28 ആണ് ആൻഡ് 28 ഈക്വൽ ടു എന്താണ്, 5 ഓഫ് 1 പ്ലസ് 5 ഓഫ് 2 പ്ലസ് 5 ഓഫ് 4 പ്ലസ് 5 ഓഫ് 7 പ്ലസ് 5 ഓഫ് 14 പ്ലസ് 5 ഓഫ് 28 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിൽ ഓരോന്ന് 1, 2, 4, 7, 14, 28 ഒക്കെ എന്താണ്, ഇതിൻ്റെ ഡിവൈസേഴ്സ് ആണ്. സോ ഓരോ ഡിവൈസേഴ്സിനും 5 ഓഫ് ഡി, 5 ഓഫ് ഒരു ഫസ്റ്റത്തെ ഡിവൈസർ പ്ലസ് 5 ഓഫ് സെക്കൻഡ് ഡിവൈസർ എക്സെട്ര എല്ലാ ഡിവൈസറിനും എന്ത് ചെയ്യുക, സം ചെയ്യുക. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഡി ഡിവൈഡ്സ് ഇൻ 5 ഓഫ് ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 28, അതായത് n. സോ സമ്മേഷൻ ഡി ഡിവൈഡ്സ് ഇൻ 5 ഓഫ് ഡി ഈക്വൽ ടു എന്താണെന്ന് പറയാം, n ആണെന്ന് പറയാം.